ഇവിടെ ഞാനൊരു 8 വെണ്ടയ്ക്ക എടുത്ത് കഴുകി അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞ് നല്ലപോലെ തുടച്ച് ചെറിയ പീസസ് ആയിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ അരച്ചെടുക്കണം. അല്പം കടുകും കൂടി ഒന്ന് പൊടിച്ചിടണം അരച്ചതിന് ശേഷം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും. എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലെടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഇവിടെ 1 കപ്പ് തൈര് എടുത്തു വെച്ചിട്ടുണ്ട്. അത് നല്ല കുറുകിയ തൈരാണ്, കട്ടയായിട്ടുള്ളത്. അത്യാവശ്യം പുളിയുള്ള തൈരാണ്. എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് ചോറിന് കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു വെണ്ടയ്ക്ക കിച്ചടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനധികം സമയം വേണ്ട, അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല. വെണ്ടയ്ക്ക തേങ്ങ ചിരകിയത് വെച്ചിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കണം. പിന്നെ പച്ചമുളക്, തൈര്, ഇത്രയും മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഇന്ന് ഞാൻ പുതിയ മൊബൈലിലാണ് എൻ്റെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതായത് സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് വേണം നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാൻ. നോക്കാം. ഇവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തു. കറിവേപ്പില ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം. ആ വെണ്ടയ്ക്കയിലൊക്കെ ഉപ്പൊന്ന് പിടിക്കണം. അവിടെ ഒരു 1/2 ടീസ്പൂണാണ് ഇട്ടത്. വേണമെങ്കിൽ പിന്നെ നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വാടി വന്നിട്ടുണ്ട് ഇപ്പോൾ വെണ്ടയ്ക്ക. ഒന്ന് അടച്ചു വെച്ചേക്കാം. നല്ലപോലെ വാടി വന്നിട്ടുണ്ട്, ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റും കൂടെ മതി. നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക എത്രയും മതിയാവും. നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. പച്ച കളർ പോയിട്ടുമില്ല. ഈ ഒരു കണ്ടീഷനിലാണ് നമുക്ക് അരപ്പ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചു വെച്ചതാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ തേങ്ങയുടെ കൂടെ ഇട്ട് അരയ്ക്കാം. അല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ ഒരുപാട് ഇതായി അരഞ്ഞു പോകരുത്, ഒരു കയ്പ്പ് വരും. അപ്പം ഞാനത് പൊടിച്ചാണ് വെച്ചത്. ഇനി ഇതൊന്ന് തിളച്ചു വന്നോട്ടെ. ആ തേങ്ങയുടെ പച്ചപ്പൊക്കെ പോയിട്ട് ഒന്ന് കുക്കായി വരട്ടെ.
നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് തൈര് ഒഴിച്ചാൽ മതി. സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഒന്നിളക്കി കൊടുക്കാം. ചൂടൊന്ന് ആറിയതിന് ശേഷമേ തൈര് ഒഴിക്കാവൂ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. ഇനി ഒന്നിളക്കി കൊടുത്തിട്ട് മൂടി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. കാരണം തൈരല്ലേ, അപ്പോൾ ഉപ്പ് നല്ല കുറച്ച് ആവശ്യം ചിലപ്പോൾ വരാം. ഒരല്പം ഉപ്പും കൂടി വേണം. മതിയാവും. ഉണ്ടോ? വെണ്ടയ്ക്ക കിച്ചടി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. രാവിലെ നമുക്ക് ലഞ്ചിനുള്ള കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ്. നമുക്ക് ഓഫീസിൽ പോകുമ്പോഴും സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തയക്കാനും ഒക്കെ പറ്റിയതാണ്. അധികം എരിവും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് എരിവ് മതി. ഒരു ചെറിയ പച്ചമുളക് വല്ലതും ചേർത്താൽ മതി. അതുപോലെ പാവയ്ക്ക വെച്ചും ബീട്രൂട്ട് വെച്ചും ഒക്കെ നമുക്ക് വെള്ളരിക്ക അതും വെച്ച് കിച്ചടി ഉണ്ടാക്കാം. പിന്നെ ഇതൊരു സദ്യ വിഭവവുമാണ്. സൈഡ് ഡിഷായിട്ട് നമുക്ക് ഒഴിക്കാം. വേണമെങ്കിൽ കുറച്ച് തൈര് കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒഴിച്ചുകറിയാക്കിയും ഉപയോഗിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അഭിപ്രായങ്ങൾ അറിയിക്കൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.